Today we will discuss about Taylor and Maclaurin series. Let f of x be a function which has derivatives of all orders on an interval I, centered at x naught. To express f of x as the sum of a power series about x equal to x naught on I, we take let f of x equal to sigma n equal to 0 to infinity a n into x minus x naught all raised to n, which is equal to a naught plus a1 into x minus x naught plus a2 into x minus x naught square plus etc. plus a n into x minus x naught raised to n plus etc. with a positive radius of convergence. അപ്പം നമ്മളൊരു ടൈലർ സീരീസ് മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു തരം സീരീസ്, ഇൻഫൈനൈറ്റ് സീരീസിൽ ഒരു പുതിയ സീരീസാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഗിവൺ ഫംഗ്ഷൻ എടുക്കുക. അതിന് എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു ഇന്റർവെൽ ആണ് ഐ എന്ന് പറയുന്നത്. ഐ എന്ന് പറഞ്ഞ ഇന്റർവെല്ലിലെ സെന്റർ എന്ന് പറയുന്നത് എക്സ് നോട്ട് ആണ്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിനെ നമുക്ക് സം ഓഫ് പവർ സീരീസ് അബൌട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സീരീസിനെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് സം ഓഫ് പവർ സീരീസ് അബൌട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സിനെ നമ്മളിങ്ങനെ ഒരു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾവേസ് ടു എൻ എ എൻ അതിൻ്റെ സിഗ്മ നൊട്ടേഷനിൽ എഴുതാം. ഇതാണ് നമ്മുടെ ഗിവൺ സീരീസ് എടുക്കുക. അപ്പോൾ അതിൻ്റെ എങ്ങനെ നമ്മൾ സീരീസിനെ എഫ് ഓഫ് എക്സിനെ പവർ സീരീസ് റെപ്രസെൻറ്റേഷനിൽ എഴുതുന്ന നോക്കുന്നത്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ നോട്ട് പ്ലസ് എ വൺ എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എ ടു എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾവേസ് ടു എൻ പ്ലസ് എക്സെട്ര ഇങ്ങനെ കിട്ടും വിത്ത് പോസിറ്റീവ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എടുക്കുക. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കിവിടെ ഈ ടൈമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. എ നോട്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം 0 വരും. ഇനി ഇവിടെ a1 വരും. എക്സ് മൈനസ് എക്സ് നോട്ട് ഡെറിവേറ്റീവ് എന്ത് വരും, 1 വരും അല്ലേ. അപ്പോൾ a1 മാത്രമേ ഉള്ളൂ. അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2a2 എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഇനി അടുത്ത ടൈം എന്താ ഉണ്ടാവുക, ഇവിടെ a3 എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ ക്യൂബാ. അപ്പം അതിൻ്റെ വരുമ്പോൾ 3a3 എക്സ് മൈനസ് എക്സ് നോട്ട്. നമുക്ക് കുറച്ചധികം എടുക്കേണ്ടതുകൊണ്ട് ഞാനൊരു 3-4 ടൈമുകളും കൂടെ എഴുതാണ്. എക്സ് നോട്ട് ഓൾ സ്ക്വയർ പ്ലസ് 4a4 എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് a1ന്റെ ഡെറിവേറ്റീവ് 0. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് ഇവിടെ 2a2 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. 2a2നെ നമുക്ക് 1 into 2 എന്ന് എഴുതിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ 1 into 2a2 എക്സ് മൈനസ് എക്സ് നോട്ട് ഡെറിവേറ്റീവ് 1 പ്ലസ് ഇവിടെ 3 into 2 അല്ലേ. അപ്പോൾ 2 into 3 a3 എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് 3 into 4 a4 എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി അടുത്ത തേർഡ് ഡെറിവേറ്റീവ് എടുക്കുക. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആയിപ്പോയി. ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, അതിന് നമുക്ക് 1 into 2 into 3 എന്ന് എഴുതുന്നതിന് പ്രശ്നമില്ലല്ലോ. a3 പ്ലസ് ഇവിടെ 2 into 3 into 4 a4 എക്സ് മൈനസ് എക്സ് നോട്ട്. ഡെറിവേറ്റീവ് ആണ്, ടൈം ബൈ ടൈം ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ്. അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഇവിടെ ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് ആകുമ്പോൾ 1 into a1
സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ 1 × 2 × a2 ഫസ്റ്റത്തെ ടൈം. തേർഡ് ഡെറിവേറ്റീവ് 1 × 2 × 3 × a3 അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പൊ nth ഡെറിവേറ്റീവ് ആകുമ്പോൾ fn ഓഫ് x എന്ത് വരും? 1 × 2 × 3 × etc. × n എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ നമുക്ക് എഴുതാം അല്ലേ. is equal to n ഫാക്ടോറിയൽ an പ്ലസ് ബാക്കി ഉള്ള ടൈം നമ്മൾ നോക്കുന്നില്ല. ബാക്കിയുള്ള ടൈമുകൾ ഇങ്ങനെ കുറച്ച് പവർ ടൈമുകളാണ് നമുക്ക് വരിക. അപ്പം അതിന് ഞാൻ എഴുതി എ സം ഓഫ് ടൈംസ് വിത്ത് x മൈനസ് എക്സ് നോട്ട് ഫാക്ടർ ആയിട്ടുള്ള കുറച്ച് ടൈമുകളാണ് അവിടെ വരിക അല്ലേ. എ സം ഓഫ് ടൈംസ് വിത്ത് x മൈനസ് എക്സ് നോട്ട് ആസ് ഫാക്ടർ ഫോർ ഓൾ n. അപ്പോൾ നമ്മൾ എങ്ങനെ fn ഓഫ് എക്സിനെ നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനെ നോട്ടേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനിൽ ഈ എല്ലാ ഇക്വേഷനിലും നമ്മൾ x = x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കൊരു എഫ് ഓഫ് എക്സിന്റെ പുതിയൊരു റെപ്രസെൻറ്റേഷൻ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എല്ലാ ഇക്വേഷനിലും നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഡാഷിലൊക്കെ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ x = x0 സിൻസ് ദീസ് ഇക്വേഷൻസ് ഓൾ ഹോൾഡ് അറ്റ് x = x0 അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എഴുതാം, സിൻസ് ദീസ് ഇക്വേഷൻസ് ഓൾ ഹോൾഡ് അറ്റ് x = x0. x = x0 ഹോൾഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ എഫ് ഓഫ് x0 കാണാം. എഫ് ഓഫ് x0 കൊടുക്കുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് കോൺസ്റ്റന്റ് ടൈം a0 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇനി അടുത്തത് എഫ് ഡാഷ് ഓഫ് x0, അതിൻ്റെയും ഫസ്റ്റ് കോൺസ്റ്റന്റ് ടൈമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ എക്സിന് x0 വിട്ടാൽ 0 ആയിപ്പോവും. x മൈനസ് x0 എന്ന് പറഞ്ഞാൽ പവർ വരുന്നില്ലേ, അപ്പൊ അവിടെ 0 ആയിപ്പോയി. ആ കോൺസ്റ്റന്റ് ടൈം എന്തായിരുന്നു, a1. ഇനി അടുത്തത് എഫ് ഡബിൾ ഡാഷ് ഓഫ് x0, അതിലും ഫസ്റ്റത്തെ കോൺസ്റ്റന്റ് ടൈം ഏതാ, 1 × 2 × a2. ബാക്കിയുള്ളതൊക്കെ എക്സിന് x0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോയി. അങ്ങനെ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് x0 എന്ന് പറയുന്നത് എന്താ, 1 × 2 × 3 × a3 വരും. ഇങ്ങനെ എക്സെട്ര എഫ് എൻ ഓഫ് x0 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, n ഫാക്ടോറിയൽ × an. ബാക്കിയുള്ള ടൈമുകളുടെ പ്രത്യേകത എന്താ പറഞ്ഞത്, ബാക്കിയുള്ള സമ്മില് ആ ഫസ്റ്റ് ടൈം ഒഴികെ ബാക്കിയുള്ളത് എല്ലാ ടൈമിലും x മൈനസ് x0 എന്ന് പറഞ്ഞ ഫാക്ടർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സിന് x0 കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമുകളൊക്കെ 0 ആയിരിക്കും. അപ്പൊ എല്ലാത്തിലും ഫസ്റ്റത്തെ ആ കോൺസ്റ്റന്റ് ടൈം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ കോഎഫിഷ്യന്റുകളുടെ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ആണ്, ഇത് 1 ഫാക്ടോറിയൽ ആണ്, ഇത് 3 ഫാക്ടോറിയൽ ആണ്. അപ്പൊ എല്ലാം ജനറൽ ആയിട്ട് എന്താ n ഫാക്ടോറിയൽ ആണ് അവിടെ വരിക. അപ്പൊ നമ്മൾ ഇൻ ജനറൽ നമുക്ക് an എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിക്കാം. an ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പൊ ഇൻ ജനറൽ ഫോർ an എന്ന് പറഞ്ഞ എന്ത് കിട്ടും, a എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് എന്താ കിട്ടുക, fn ഓഫ് x0 ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ f1 ഓഫ് x0 ബൈ 1 ഫാക്ടോറിയൽ, ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 ബൈ 2 ഫാക്ടോറിയൽ, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് x0 ബൈ 3 ഫാക്ടോറിയൽ. അപ്പൊ ജനറലി an എന്ന് പറഞ്ഞത് ഇങ്ങനെ എഴുതാം നമുക്ക്, ഫോർ ഓൾ n = 0, 1, 2, 3 etc. പിന്നെ നമ്മൾ ആ an എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഒക്കെ നമ്മൾ എന്താക്കി എഴുതാം, ഈ ഫോമിൽ എഴുതാം. ഹെൻസ് if f of x has a series representation about x = x0, then it must be f of x = എങ്ങനെ എഴുതാം, ഫസ്റ്റ് a0 പകരം നമുക്ക് എന്ത് എഴുതാം, a0 ആണ് ഫസ്റ്റത്തെ ടൈം അല്ലേ. നമുക്ക് അത് ജനറൽ ആയിട്ട് എഴുതിയിട്ട് എഴുതാം. a0 എന്തായിരുന്നു ഇക്വേഷൻ,
a naught plus a1 into x minus x naught plus a2 into x minus x naught square plus etc. plus an into x minus x naught all raised to n plus etc. അപ്പോൾ a naught എന്ന് പറഞ്ഞാൽ f of x naught ആണ്. അത് കൊടുത്തു. a1 എന്ന് പറഞ്ഞാൽ എന്താണ്? a1 എന്ന് പറഞ്ഞാൽ f dash of x naught ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഉണ്ട് ശരിക്കും. അപ്പം അത് കൊടുക്കാം. ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. a2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? f ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എഫ് എൻ ഓഫ് എന്താ എ എന്ന് പകരം നമ്മൾ എന്ത് എടുക്കാം? എഫ് എൻ ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ പവർ n പ്ലസ് എക്സെട്ര. അപ്പം നമുക്ക് ഏതൊരു സീരീസ് ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ സീരീസ് റെപ്രസെൻറ്റേഷൻ അബൌട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ദെൻ ഇറ്റ് മസ്റ്റ് ബി ഇതായിരിക്കും എപ്പോഴും. അപ്പം ഇതിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്ക് ടേലർ സീരീസും മെക്ലോറിൻ സീരീസും പറയാം. അപ്പം ഇതാണ് നമ്മുടെ ടേലർ സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജനറലായിട്ട് ഡെഫിനിഷനായിട്ട് പറയാം. അതെങ്ങനെ വന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡെഫിനിഷനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ദ ടേലർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? Let f be a function with the derivatives of all orders throughout some interval containing x naught as an interior point. Then the Taylor series generated by f at x equal to x naught is the Taylor series sigma k equal to 0 to infinity fk of x naught divided by k factorial into x minus x naught all power k. അപ്പോൾ ഇതാണ് അതിൻ്റെ സിഗ്മ നൊട്ടേഷൻ. അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി എങ്ങനെ വരും? നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ആ സീരീസ് ആണ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ പവർ എൻ പ്ലസ് എക്സെട്ര. അപ്പം ഇതാണ് നമ്മുടെ ടേലർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെക്ലോറിൻ സീരീസ് എന്താണ് പറയുന്നത്? മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് നോട്ടിന് പകരം നമ്മൾ 0 കൊടുക്കുമ്പോൾ എക്സ് നോട്ട് 0 ആകുമ്പോഴുള്ള ടേലർ സീരീസിനെയാണ് നമ്മൾ മെക്ലോറിൻ സീരീസ് എന്ന് പറയാം. അപ്പോൾ ദ മെക്ലോറിൻ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് ഈസ് ദ ടേലർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 0 and is given by sigma k equal to 0 to infinity fk of 0 by k factorial into x raised to k, which is equal to f of 0 plus f dash of 0 by 1 factorial into x plus f double dash of 0 by 2 factorial into x square plus etc. plus fn of 0 by n factorial into x raised to n plus etc. അപ്പോൾ ഇതാണ് നമ്മുടെ ടേലർ സീരീസും മെക്ലോറിൻ സീരീസും എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടേലർ പോളിനോമിയൽ എന്താണെന്ന് കാണാം. ടേലർ പോളിനോമിയലിനും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടേലർ പോളിനോമിയൽസ് എന്താണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ വിത്ത് ഡെറിവേറ്റീവ്സ് ഓഫ് ഓർഡർ കെ for k equal to 1, 2, 3 etc. m in some interval containing x naught as an interior point, then for any integer n from 0 through m, the Taylor polynomial of order n generated by f at x equal to x naught is the polynomial Pn of x, which is equal to f of x naught plus f dash of x naught into x minus x naught plus f double dash of x naught by 2 factorial into x minus x naught all square plus etc. plus fk of x naught by k factorial into x minus x naught all power k plus etc. plus fn of x naught by n factorial into x minus x naught all power n.
അപ്പോൾ പോളിനോമിയലും സീരീസും തമ്മിൽ, ടൈലർ പോളിനോമിയലും ടൈലർ സീരീസും തമ്മിൽ എന്താ വ്യത്യാസം? ടൈലർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡർ എത്രയാണോ, n ആണോ ഓർഡർ എങ്കിൽ ആ n-ൽ ആ ടേം അവസാനിക്കും. ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് ടൈലർ പോളിനോമിയലും ടൈലർ സീരീസും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു x0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെല്ലില്. അങ്ങനെയാണെങ്കിൽ ഫോർ എനി ഇന്റിജർ n ഫ്രം 0 to kയിലൂടെ n-ലേക്ക് എത്തുന്ന ഒരു ടൈലർ പോളിനോമിയൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അറ്റ് x = x0. അപ്പോൾ അതാണ് ഈ ടൈലർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈലർ പോളിനോമിയലിൽ ഈ ഡെറിവേറ്റീവുകളല്ലേ, അത് നമുക്ക് ചിലപ്പം 0 ആവാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ടൈലർ സീരീസ് ജനറേറ്റഡ് ബൈ f of x equal to e raised to x. f of x equal to e raised to x at x equal to 1 where if anywhere does the series converge. അപ്പോൾ ഈ സീരീസിന്റെ ടൈലർ സീരീസ് ഉണ്ടെങ്കിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ f of x എന്ന് പറയുന്നത് എന്താണ്? e raised to x ആണ്. അതുപോലെ x0 എന്ന് പറയുന്നത് എത്രയാണ്? x equal to 1-ലാണ്. അപ്പൊ x equal to x0 എന്ന് പറയുന്നതിൽ x0 1 ആണ് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടൈലർ സീരീസ് റെപ്രസെന്റേഷൻ കാണാൻ നമ്മൾ f dash of x, f double dash of x ഒക്കെ കാണണം. അപ്പൊ ഇവിടെ f dash of x0, f double dash of x0 ഒക്കെ കാണണം. ഇവിടെ f of x e raised to x ആയതുകൊണ്ട് f of x0 എന്ത് വരും? ഓരോന്ന് റൈറ്റ് സൈഡിൽ ചെയ്യാം. f of x0 f of 1 എത്രയാ? e power 1 e. f dash of x എന്ത് വരും? e power x ന്റെ ഡെറിവേറ്റീവ് e power x തന്നെ. ഇനി f dash of 1 എന്താണ്? e power 1. f double dash of x എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതും e power x. അപ്പൊ f double dash of 1 എന്ന് പറയുന്നതും e. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് fn of x എന്ന് പറയുന്നത് എന്ത് കിട്ടും? e power x കിട്ടും. അതുപോലെ fn of 1 എന്ന് പറയുന്നത് e. അപ്പൊ അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ പറയാം? ഇൻ ജനറൽ fn of x equal to e raised to x and fn of 1 equal to e. അപ്പൊ നമുക്ക് ടൈലർ സീരീസ് എഴുതാലോ. ഈ ടൈമുകളെല്ലാം കിട്ടിയാൽ നമുക്ക് ടൈലർ സീരീസ് എഴുതാം. അപ്പൊ the Taylor series generated by f of x equal to e raised to x at x equal to 1 is എന്താണ്? സീരീസ് എങ്ങനെ വരിക? f of 1 plus f dash of 1 by 1 factorial into x minus 1 plus f double dash of 1 by 2 factorial into x minus 1 whole square plus etc. plus fn of 1 by n factorial into x minus 1 power n plus etc. അതിൽ വാല്യൂസ് കൊടുക്കുക. f of 1 e ആണ്. e plus e by 1 factorial into x minus 1 plus e by 2 factorial into x minus 1 square plus etc. plus e by n factorial into x minus 1 whole power n plus etc. അതിൽ ജനറൽ ആയിട്ട് നമുക്ക് e അങ്ങ് പുറത്തെടുക്കാം. ഈ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 1 plus 1 by 1 അല്ലെങ്കിൽ x minus 1 by 1 factorial plus x minus 1 square by 2 factorial plus etc. plus x minus 1 raised to n by n factorial plus etc. അപ്പൊ ഇതിനെ നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ എഴുതി എങ്ങനെ വരും? it is equal to e into ഇതിനെ നമ്മൾ സിഗ്മ
n0 to infinity, nth ടൈം ഇതാണ്, n0 കൊടുക്കുമ്പോൾ 1 ഫാക്ടോറിയൽ, x മൈനസ് 1 പവർ 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം കിട്ടും. അപ്പം ഇതാണ് നമ്മൾ nth ടൈം അങ്ങോട്ട് എഴുതുക എന്ന് വെച്ചാൽ 1/n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1 പവർ n എന്ന് എഴുതാം അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫോമിൽ എഴുതാം. ഇ ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 0 to infinity 1/n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1 പവർ n ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സീരീസ്. ഇനി നമ്മുടെ പവർ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം അല്ലേ. എവിടെയാണ് ഇത് കൺവേർജ് ആവുന്നത് ഡൈവേർജ് ആവുന്നതെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ആ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ. ഇൻ ദ അബോവ് പവർ സീരീസ് കോഎഫിഷ്യന്റ് എന്താണ് ഇവിടെ? എക്സ് മൈനസ് 1 പവർ എന്നിന്റെ കോഎഫിഷ്യന്റ്. ഹിയർ an ഈക്വൽ ടു an എന്ന് പറയുന്നത് എന്ത് വരും? an ഈക്വൽ ടു 1/n ഫാക്ടോറിയൽ ആണ് അല്ലേ. അപ്പോൾ therefore നമുക്ക് സീരീസിലെ റേഷ്യോ കാണാം. ആദ്യം കോഎഫിഷ്യന്റ് റേഷ്യോ കാണാം, അതിന്റെ ലിമിറ്റ് എടുക്കുക. therefore ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an plus 1/an റേഷ്യോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n plus 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1/n ഫാക്ടോറിയൽ. അപ്പോൾ n ഫാക്ടോറിയൽ മുകളിൽ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n plus 1 എഴുതാം. അതിന് n ഫാക്ടോറിയലും കെട്ടിയ 1/n plus 1 വരും. ഇനി ലിമിറ്റ് കൊടുക്കുക. n ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ 1/infinity എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം ഹിയർ L ഈക്വൽ ടു 0 എന്ന് കിട്ടി. L 0 ആണെങ്കിൽ R എന്ന് പറയുന്നത് വരും 1/L ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പം ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം? ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ഇൻഫൈനൈറ്റ്. ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ഇൻഫൈനൈറ്റ്. അതിനർത്ഥം എന്താ? therefore the Taylor series generated by f of x equal to e raised to x at x equal to 1 converges for all x. Taylor series എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. Taylor series generated by f of x at x equal to 1 converges for all x എന്ന് പറയാം. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഫിനിറ്റി അല്ലാതെ കിട്ടുന്ന കേസുകളുണ്ട്. അപ്പോൾ നമുക്ക് പറയാം അവിടെ എങ്ങനെയായിരിക്കും, അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് വെച്ചിട്ട് നമുക്ക് പറയാം. പിന്നെ സെന്ററും തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ എക്സിനും അത് കൺവേർജൻ്റ് ആകുന്നത് നമുക്ക് കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസും അതുപോലെ ടൈലർ സീരീസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്കിനി കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം.